SNDPയിൽ വീണ്ടും വിമതർക്ക് കരുത്തായി ഹൈക്കോടതിയുടെ സ്റ്റേ. വെള്ളാപ്പള്ളിക്ക് അനുകൂല നിലപാടെടുത്ത IGF രജിസ്ട്രാറുടെ ഉത്തരവാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജി മുഹമ്മദ് നിയാസിന്റേതാണ് വിധി. ഇനി സർക്കാർ നിലപാടും ഈ കേസിൽ നിർണായകമാകും. 2013 മുതൽ കൃത്യമായ കണക്ക് പരിശോധന SNDPയിൽ നടന്നില്ല എന്നതാണ് കേസിന് ആധാരം. കമ്പനി നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനികളിൽ ഇത് അനിവാര്യതയാണ്. അല്ലാത്തപക്ഷം ഡയറക്ടർമാർ അയോഗ്യരാകും. അവർക്ക് തുടർന്ന് ആ കമ്പനിയുടെ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കാൻ കഴിയുകയുമില്ല. SNDP യോഗവുമായി ബന്ധപ്പെട്ട ഈ കേസിൽ 2 കൊല്ലത്തെ കണക്ക് പരിശോധിച്ച് ഒരു ഘട്ടത്തിൽ വെള്ളാപ്പള്ളിക്കും കൂട്ടർക്കും ആശ്വാസ നിലപാട് IGF രജിസ്ട്രാർ എടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കുന്നത്. ഫലത്തിൽ തുടർവാദങ്ങളിൽ സർക്കാർ നിലപാട് കേസിൽ നിർണായകമാകും. അടുത്ത മാസം കേസ് വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. കേസിൽ സർക്കാരിനോടും മറ്റും കോടതി വിശദീകരണം ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ നിലപാട് നിർണായകമാകും. BJP പക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന വെള്ളാപ്പള്ളിയോട് പിണറായി സർക്കാരിന് അതൃപ്തിയുണ്ട്. ഇത് കോടതി നടപടികളിൽ പ്രതിഫലിക്കും എന്ന സൂചനകളും പുറത്തുവരുന്നുണ്ട്. അനുകൂല തീരുമാനം സർക്കാർ എടുക്കുമെന്നാണ് SNDPയിലെ വിമത വിഭാഗത്തിന്റെ പ്രതീക്ഷ. അതിനിടെ IGF രജിസ്ട്രാറുടെ ഉത്തരവ് സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവ് സ്വാഗതാർഹമെന്ന് സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പ്രതികരിക്കുകയും ചെയ്തു. SNDP യോഗത്തിലെ തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശം നൽകിയ വ്യക്തിയാണ് വിനോദ്. വെള്ളാപ്പള്ളിയും കൂട്ടരും നിയമ പോരാട്ടത്തിൽ അയോഗ്യരാണെന്ന് കണ്ടെത്തിയാൽ വിനോദിന് ജനറൽ സെക്രട്ടറിയായി എത്താനാകും. ഡീൻ നമ്പറിലെന്ന വാദവും വെള്ളാപ്പള്ളിക്കെതിരെ വിനോദും കൂട്ടരും ചർച്ചയാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കേസും കോടതി പരിഗണനയിലാണ്. അവിടെയും IGF രജിസ്ട്രാറുടെ ഉത്തരവ് സ്റ്റേ ചെയ്ത ഹൈക്കോടതി ഉത്തരവ് നിർണായകമാകും. SNDP യോഗം മുൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും കൂട്ടരും IGF രജിസ്ട്രാറിൽ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നേടിയ ഉത്തരവാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തതെന്ന് സൗത്ത് ഇന്ത്യൻ വിനോദും കൂട്ടരും പറയുന്നു. നീണ്ടകാലമായി യോഗ നേതൃത്വത്തിൽ ഗുണ്ടായുസത്തിലൂടെ തുടരുന്ന വെള്ളാപ്പള്ളിയുടെ പ്രവൃത്തിക്കെതിരെ ഗുരുദേവൻ പുറപ്പെടുവിച്ച സ്റ്റേയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു. വെള്ളാപ്പള്ളിക്ക് വീണ്ടും SNDP യോഗ നേതൃത്വത്തിൽ എത്താൻ വേണ്ടി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചാണ് നിയമവിധേയമില്ലാത്ത ഉത്തരവ് IGF രജിസ്ട്രേഷനിൽ നിന്ന് നേടിയെടുത്തത്. രജിസ്ട്രേഷൻ വകുപ്പ് യോഗത്തിന്റെ 2014, 15, 15, 16 വർഷത്തെ കണക്കുകൾ പരിശോധിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ നിയമപരമായി SNDP യോഗം ഒടുക്കേണ്ട തുക ഒടുക്കാതെയും പണം സ്വീകരിക്കാൻ IGF രജിസ്ട്രാർ തയ്യാറാകാത്തതിൽ നിന്നും വ്യക്തമാണെന്ന് വിനോദപക്ഷം വിശദീകരിക്കുന്നു. 2013 മുതൽ കമ്പനി ആക്ട് അനുസരിച്ച് രജിസ്ട്രേഷൻ വകുപ്പിൽ കണക്കുകൾ നൽകാതിരുന്നതിനാൽ SNDP യോഗത്തിന്റെ രജിസ്ട്രേഷൻ അസാധുവാവുകയും നിലവിലെ ഭരണസമിതി ഡിസ്ക്വാളിഫൈഡ് ആയതുമാണ്. അസാധുവായ രജിസ്ട്രേഷനും ഡിസ്ക്വാളിഫിക്കേഷനും സാധുവാക്കാൻ വേണ്ടിയാണ് നിയമവിരുദ്ധമായി രജിസ്ട്രേഷൻ IG സൃഷ്ടിച്ച ഉത്തരവാണ് സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തതെന്നും വിനോദ് വിശദീകരിക്കുന്നുണ്ട്.